ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ജീവിതം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോ രീതിയിലാണ്. അത് ഓരോരുത്തരും അനുഭവിച്ച് തീർക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അവരവർക്കേ അറിയുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ പുറമേക്ക് കാണുമ്പോൾ ഓരോരുത്തരും ജീവിതം സുന്ദരമാണ്, അതുപോലെ എന്താ പറയുക, കവികളുടെ ഭാഷയിലൊക്കെ പറയുന്ന പോലെ പ്രണയാർദ്രമാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന രീതിയിലായിരിക്കാം. പക്ഷെ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ. അപ്പോൾ ചിലർ ഭാര്യയെ ഒരു അടിമ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ശമ്പളമില്ലാത്ത ഒരു വേലക്കാരി എന്ന രീതിയിൽ അവനവൻ്റെ ഇഷ്ടങ്ങളും നിർബന്ധങ്ങളും നടപ്പിലാക്കാൻ ഒരു തനിക്ക് ഒരു എന്താ പറയുക, തൻ്റെ ഒരു അടിമയായ ജീവിതം എന്ന രീതിയിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയി അങ്ങനെ ജീവിക്കുന്ന സ്ത്രീകൾ തങ്ങൾക്കിഷ്ടമുള്ള ഒരു ഭക്ഷണം, എന്തിന്, സ്വയം ഒരു ശ്വാസം വിടാനുള്ള സ്വാതന്ത്ര്യമോ, അല്ലെങ്കിൽ ഒരാളോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് സംസാരിക്കാനോ, തൻ്റെ വീട്ടുകാരായിട്ടാണെങ്കിൽ പോലും സംസാരിക്കാനോ, തൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു അനുവാദമോ, അല്ലെങ്കിൽ ഫോണിലൂടെയുള്ള സംസാരമോ, ഇതൊന്നും അവർക്ക് അനുവദനീയമായിട്ടുണ്ടാവില്ല. അവർക്ക് ഇഷ്ടമുള്ളൊരു വസ്ത്രം ധരിക്കാനോ, ഇഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കാനോ, ഇതൊന്നും അവർക്ക് സാധ്യമായിട്ടുണ്ടാവില്ല അല്ലേ. ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കണം, ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം ഭക്ഷണം പാചകം ചെയ്യണം, അത് മാത്രമാണ് ആ വീട്ടിൽ വെക്കാൻ പാടുള്ളൂ. അതില്ലെന്നുണ്ടെങ്കിൽ പാടില്ല. അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നത് പോലെ നമ്മൾ ഒന്ന് ഇരിക്കണമെങ്കിൽ പോലും, ഒന്ന് നടക്കണമെങ്കിൽ പോലും അത് ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം എന്ന രീതിയിൽ പെരുമാറുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾ, അവർക്ക് ജീവിതം തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയോ? ചില ജീവിതങ്ങൾ അവസാനിക്കുമ്പോഴാണ് അവർക്ക് ജീവിതം തുടങ്ങുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രമായിക്കോട്ടെ, ഇഷ്ടമുള്ള ഭക്ഷണം ആയിക്കോട്ടെ, കഴിക്കാനൊക്കെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ശ്വാസം എടുക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എവിടെ എത്തി? അപ്പോൾ അങ്ങനെയുള്ള സ്വാതന്ത്ര്യമൊക്കെ കിട്ടണമെങ്കിൽ ചിലപ്പോൾ തൻ്റെ കൂടെ അല്ലെങ്കിൽ തൻ്റെ ഇണ മരിക്കുമ്പോഴാണ് അവർക്ക്. പക്ഷെ നമ്മളെ എങ്ങനെയൊക്കെ നമ്മളതിനെ അടിമയായിട്ട് കരുതിയാലും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മളോട് പെരുമാറിപ്പോയാലും, ഒരു ഇണ നഷ്ടപ്പെടുമ്പോഴുള്ള ദുഃഖം അങ്ങനെ തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ മറവി ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ്. ആ മറവി എല്ലാവർക്കും അങ്ങനെ നമ്മൾ മറന്നുകൊണ്ട് ജീവിച്ചു പോവുകയാണ് അല്ലേ. മരിച്ചു പോയവർ മരിച്ചുപോയി, ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചല്ലേ മതിയാവുള്ളൂ അല്ലേ. അങ്ങനെ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ തങ്ങളുടെ മക്കൾക്ക്, അതായത് ആൺമക്കളുടെ ഭാര്യമാരായിട്ട് വരുന്ന പെൺകുട്ടികൾ നല്ല രീതിയിൽ ആ അമ്മയോട് പെരുമാറാനും ആ അമ്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ ജീവിതം അവിടുന്ന് ആരംഭിക്കണേ ഉള്ളൂ കേട്ടോ. അതായത് തൻ്റെ ഇഷ്ടത്തിനുള്ള ഭക്ഷണം, തൻ്റെ ഇഷ്ടത്തിനുള്ള വസ്ത്രം, തൻ്റെ ഇഷ്ടത്തിനുള്ള ശ്വാസം എടുക്കാനുള്ള സ്വാതന്ത്ര്യം, തനിക്ക് ഒരാളോട് വ്യക്തിയോട് സംസാരിക്കണമെങ്കിൽ ഇഷ്ടം, തൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിലുള്ള തൻ്റെ അനുവാദം ആരുടെയും വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മരുമക്കൾ, അല്ലെങ്കിൽ പെൺമക്കളാണെങ്കിൽ പോലും അങ്ങനെയുള്ള പെൺമക്കളുണ്ടെങ്കിൽ നമുക്ക് നടക്കും. അപ്പോൾ ചിലപ്പോൾ ചിലവർ കളിയാക്കും, ഈ വയസ്സാം കാലത്താണോ ഇനി ചുരിദാറൊക്കെ ഇടുന്നത്, ഇത്ര കാലം വരെ ചുരിദാറൊന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നവരുണ്ടാവും. പക്ഷെ അപ്പോഴാണ് അവർക്ക് സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അപ്പോഴാണ് അവർക്ക് ഇടാനുള്ള അനുവാദം കിട്ടുന്നത്. ജീവിതത്തിൽ ചെറുപ്പത്തിൽ നമ്മൾ ഒരു ഇന്നത്തെ കാലഘട്ടം പോലെയല്ല, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുള്ള കാലഘട്ടങ്ങളിൽ അമിതമായ ഫാഷനുള്ള വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ചുരിദാറിനെ അധിക ആളുകളൊന്നും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ ഒരു ചുരിദാർ ഉപയോഗിക്കണമെന്ന് മോഹം തോന്നിയിട്ടുള്ള സ്ത്രീകളുണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവാത്ത കാരണം വിവാഹം കഴിഞ്ഞാൽ ഉപയോഗിക്കാം എന്ന ചിന്താഗതി ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന് താല്പര്യമില്ലാത്തത് കൊണ്ട് ആ ഇഷ്ടം മാറ്റിവെച്ചവർ ഒരുപാടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഇഷ്ടം മാറ്റിവെച്ച ഒരുപാട് വ്യക്തികൾക്ക് ചിലപ്പോൾ ഈ പ്രായമായ സമയത്തായിരിക്കാം ഇതെല്ലാം ധരിക്കാനുള്ള ഒരു എന്താ പറയുക സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതുപോലെ തൻ്റെ വീട്ടുകാരോടായിക്കോട്ടെ, തൻ്റെ ഫ്രണ്ട്സിനോടായിക്കോട്ടെ അപ്പോൾ സംസാരിക്കാനുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, തനിക്ക് സ്വയം ഒന്ന് ശ്വാസം എടുക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടത്തിന് നടക്കാനും തൻ്റെ ഇഷ്ടത്തിന് ഇരിക്കാനും ഉള്ളൊരു സ്വാതന്ത്ര്യം കിട്ടുന്നത് ആ സമയങ്ങളിലായിരിക്കും കേട്ടോ. അപ്പോൾ കിട്ടിയ സമയം നമ്മൾ വിനിയോഗിക്കുക, അത്രയേ പറയാനുള്ളൂ. കാരണം അയ്യോ ഇത്ര പ്രായമായില്ലേ, അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ സമയം കളയാതെ, അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം നമുക്ക് ഓരോരുത്തരും ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല അല്ലേ. നമുക്ക് എങ്ങനെയാണ് എന്താ ഒന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന സമയത്ത്, നമുക്ക് മാനസികമായ സന്തോഷം കിട്ടുന്ന സമയങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ട. അതുപോലെ നമുക്ക് ഓർമ്മയൊക്കെ ഉള്ള സമയം കാലഘട്ടങ്ങളിലൊക്കെ തന്നെയാണ് നമുക്കിതൊക്കെ പറ്റുള്ളൂ, നമുക്ക് ആരോഗ്യപരമായിരിക്കുന്ന സമയങ്ങളിലൊക്കെ കേട്ടോ.
അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിനിയോഗിക്കുക തന്നെ വേണം. അത് അങ്ങനെ ഡ്രസ്സുകളായിക്കോട്ടെ, ഭക്ഷണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും ടൂറ് പോവുക, ഒന്നും വേണ്ട, അമ്പലങ്ങളിലേക്ക് പോവുക. അമ്പലങ്ങളിൽ കൊണ്ടുപോകാത്ത ഭർത്താക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ഭാര്യയ്ക്കൊന്ന് അമ്പലത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാത്തവരുണ്ട്. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്, ഭർത്താവ് പൊക്കോളം പറയെങ്കിലും കൂടിയിട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. കാരണം രാവിലെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ചിലപ്പോൾ അമ്പലത്തേക്ക് പോകാനുള്ള സമയം ഉണ്ടാവില്ല. വൈകിട്ടും ഇങ്ങനെ അവർ വരുമ്പോൾ അവർക്ക് വേണ്ടതായ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഒരു യന്ത്രം പോലെ ഇങ്ങനെ പണിതും കൊണ്ടിരിക്കുക എന്നല്ലാതെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത വ്യക്തികളാകുമ്പോൾ അങ്ങനെയൊക്കെ ജീവിച്ച് പോയവരുണ്ട്. എനിക്ക് അനുഭവത്തിൽ ഒരുപാട് പേര് അങ്ങനെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അമ്പലങ്ങളിലേക്ക് പോകാൻ പോലും പറ്റാത്ത, രാവിലെ ആണെങ്കിൽ ഇങ്ങനെ, രാത്രി വൈകിട്ടാണ് പോകാൻ വെച്ചാൽ അപ്പോഴും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ മദ്യപന്മാരായ ഭർത്താക്കന്മാർ അണിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഇപ്പോൾ വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുടിക്കണവർ കുടിക്കും, അതല്ല പറയുന്നത്. എങ്കിലും മദ്യപന്മാരായ ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സന്ധ്യ മുതൽ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്ന മുതലൊക്കെ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഭാര്യയ്ക്ക് പോകാൻ ഒരു മടി തന്നെയാണ്. കാരണം വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി, ചുറ്റുപാട് വീടുകളുണ്ട്, അല്ലെങ്കിൽ ഇന്നൊക്കെ 5 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ട് വീട് വയ്ക്കുന്നവരല്ലേ. അപ്പോൾ പ്രശ്നങ്ങളായി, മറ്റുള്ളവർ അറിഞ്ഞതൊരു മോശക്കേടായി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇദ്ദേഹം പെരുമാറുകയെന്ന് അറിയാത്തത് കൊണ്ട് അതൊക്കെ പേടിച്ചിട്ട് നിൽക്കുന്നവരും ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജന്മങ്ങൾ അവസാനിക്കുമ്പോഴാണ് ഇവർക്ക് ജീവിതം എന്താണെന്നുള്ളത് ആസ്വദിക്കാനും ജീവിതം എന്താണെന്ന് അറിയാനും തുടങ്ങുന്നുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കണൊക്കെ വേറെ ജീവിക്കാതിരിക്കുന്നതാണ്. കാരണം മദ്യപിച്ച് ലക്ക് കെട്ട് ഉപദ്രവിക്കുന്നവരുണ്ട്, ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഒരു നേരം ഭക്ഷണം കഴിക്കാനായിട്ട് സ്വാതന്ത്ര്യം ഇല്ലാതെ, അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ച വിഭവസമൃദ്ധമായ സദ്യ പോലെയാവും ചിലപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. ഇന്നൊക്കെ ഇപ്പോൾ അങ്ങനെയാണല്ലോ, ഭക്ഷണത്തിനൊന്നും ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ വേണ്ട വെച്ചാൽ അത് അവനവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലും നാക്കത്ത് വെള്ളം വെക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, അങ്ങനെ ജീവിക്കുന്നവരും ഒരുപാടുണ്ട് കേട്ടോ. കാരണം ഇവർക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ലഹരി ശരീരത്തിൽ ലഹരി നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, അതൊക്കെ എടുത്ത് എറിയുക. അല്ലെങ്കിൽ കഴിക്കാതിരിക്കുമ്പോൾ പറയുക, ഞാൻ കഴിക്കാതെ നീ ഇരുന്ന് കഴിക്കുകയാണ്, നീ ആസ്വദിച്ച് കഴിക്കുകയാണ്, നിനക്കിപ്പോൾ എന്താ അങ്ങനെയാന്നൊക്കെ പറയുക. അപ്പോൾ കുത്തുവാക്കുകൾ പറയുക. അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ അവരെന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, ഇത്തിരി വെള്ളം കുടിച്ച് കിടക്കുന്നവരുണ്ടാവും അല്ലേ. അതൊക്കെ കഴിഞ്ഞ് ഇയാളുടെ ലെക്കൊക്കെ കെട്ട് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ലഹരിയൊക്കെ പോയി കഴിഞ്ഞാൽ പാതിരാത്രി ആണെങ്കിലും ചിലപ്പോൾ അയാൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഭാര്യയോട് ഉണ്ടാക്കാനായിട്ട് പറയും. അപ്പോൾ നീട്ട് ഉണ്ടാക്കുന്ന ഭാര്യമാരുണ്ട്. അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ച ഭക്ഷണം എടുത്ത് എറിയുന്ന ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ഇല്ലാതിരിക്കുന്ന ഭേദം അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭർത്താവ് ഇല്ലാതിരിക്കുന്ന ഭേദം. എത്രയോ പേര് അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. പ്രാവി ഇതാക്കുന്നുണ്ടാവും, അയ്യോ ഈ കാലമാടൻ എങ്ങനെയെങ്കിലും ഒന്ന് ചത്തു പൊക്കോട്ടെ എന്ന് പ്രാവും. പക്ഷേ എങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞാലും ആ ഭർത്താവ് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് മാനസികമായിട്ടൊക്കെ ഒരു വിഷമമൊക്കെ ഉണ്ടാവും, ഇല്ല എന്ന് പറയണില്ല. പക്ഷേ ജീവിതം തുടങ്ങുന്നത് അവിടെ നിന്നാണ് അവർ കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലർ പറയും ഭർത്താവ് മരിച്ചു, അവൾ കെട്ടിയൊരുങ്ങി നടക്കുകയാണ്, അല്ലെങ്കിൽ അവളിപ്പോൾ വലിയ ഫാഷനിലാണ് പോണത്, ഇപ്പോഴത്തെ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൾ പോണത് എന്നൊക്കെ പറയുന്നത് പലരും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും പറയുന്നവർ അവിടെ പറഞ്ഞോട്ടെ, ഒരാളുടെ ചിലവിലും നിങ്ങൾ ജീവിക്കണില്ല വെച്ചാൽ നിങ്ങൾ പിന്നെ എന്തിനാ പേടിക്കുന്നത്? അതിന് പേടിക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. നമ്മൾ തെറ്റായ രീതിയിൽ സഞ്ചരിക്കാതിരിക്കുക, തെറ്റായ രീതിയിൽ പണം സമ്പാദിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ഭയക്കേണ്ടതുള്ളൂ. പണ്ടുള്ളവർ പറയും മടിയിൽ കനമുണ്ടെങ്കിലേ പേടിക്കേണ്ടതുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് പേടിക്കേണ്ടതുള്ളൂ. പിന്നെ നമ്മുടെ മക്കൾക്ക് നമ്മളതിനെ അറിയാം, അല്ലെങ്കിൽ നമ്മുടെ മരുമക്കളും നമുക്ക് സപ്പോർട്ടായിട്ടുണ്ട് വെച്ചാൽ പിന്നെ എന്തിനാ പേടിക്കാനുള്ളത്? ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ജീവിതം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. പലപ്പോഴും അവർ നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഇവരൊക്കെ കുട്ടികൾ ഇപ്പോൾ ഇതൊക്കെ ചുരിദാറൊക്കെ മേടിച്ചു കൊടുന്നു, ഇതൊക്കെ ഇവിടെ ഇരിക്കേണ്ട അലമാറിൽ ഞാൻ വെച്ചിറക്കാൻ ഞാൻ ഇട്ടിട്ടില്ല എന്ന് പറയണേക്കാം. അപ്പോൾ അതെന്താ ഇടാത്തത്, അല്ലെങ്കിൽ എന്താ ഇഷ്ടമില്ല എന്ന് ചോദിച്ചാൽ ഇഷ്ടമൊക്കെ തന്നെയാണ്, എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഇഷ്ടമായിരുന്നു, പിന്നെ ഇപ്പോൾ ആൾക്കത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇവർ മേടിച്ചു, പക്ഷേ എനിക്കിപ്പോൾ നാട്ടുകാരെന്താ പറയുക, ഇനിയിപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവരെന്താ പറയുക, ഈ പ്രായത്തിലാണ് ഇനിയിപ്പോൾ ഇതൊക്കെ ഇടണതൊക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് പറയുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ജീവിക്കാൻ നമ്മൾ കഷ്ടപ്പെട്ടാൽ തന്നെയാണ് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ വിചാരിക്കും ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ശല്യമാണ്, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം, സ്വതന്ത്രമായിട്ട് ജീവിക്കണം എന്നൊക്കെ. സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നതൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇല്ല മക്കളെ ആശ്രയിച്ച് ജീവിക്കുക വെച്ചാൽ, അല്ലെങ്കിൽ മക്കൾ ചിലവിന് തന്ന് ജീവിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക്
മക്കളുടെ കൂട്ടത്തിൽ നിൽക്കാൻ തന്നെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് വേണം. അല്ല ഒരുപാട് പേര് അങ്ങനെ പറയുന്നത് കേട്ടത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം തന്നെയാണ് നമുക്ക് അങ്ങനെ ജീവിക്കാനൊക്കെ പറ്റുള്ളൂ. പക്ഷെ ജീവിതം ആസ്വദിക്കണം, വേണ്ടെന്ന് ഞാൻ പറയണില്ല. നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളനുസരിച്ച് ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കണ്ട്, അതായത് ടൂർ പോലെ പോകാനോ അല്ലെങ്കിൽ ചുരുക്കം അമ്പലങ്ങളിലേക്ക് തന്നെ നമ്മൾക്ക് അങ്ങനെയൊക്കെ പോകാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇതിനു മുൻപ് തൃശ്ശൂരുള്ള ഒരു ലേഡി പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അവർ 1 or 2 പേരായിട്ട് ചോദിച്ചിട്ട് അങ്ങനെ അമ്പലങ്ങളിലേക്കൊക്കെ യാത്ര തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ എത്രയോ പേര് അവരുടെ കൂട്ടത്തിൽ പോകുന്നുണ്ട് ഇത്ര കേട്ടോ. അപ്പോൾ ഒട്ടും വിദ്യാഭ്യാസ കാര്യങ്ങൾ ഇല്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു അവർ. പക്ഷേ അങ്ങനെ പോയിട്ട് ഇപ്പോൾ അവർക്ക് എല്ലാ സ്ഥലങ്ങളിൽ ചെന്നാലും ചെയ്യേണ്ട ഭാഷ അറിയില്ലെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ അവർ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഭാഷ അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ അയ്യോ പോയാൽ എന്താ ചെയ്യുക, ഒരു ട്രെയിനിൽ കയറി എങ്ങനെ ചെയ്യുക, എന്ത് ചെയ്യും എന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ പിന്നോക്കം മാറും അല്ലേ. അപ്പം നമ്മൾ പിന്നോക്കം മാറി നിൽക്കണോണ്ട് ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മൾ പിന്നോക്കം തന്നെ ആയിരിക്കും. മുന്നോട്ട് നമ്മൾ കുതിക്കണം, അല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്തും നേരിടാനുള്ള ധൈര്യമായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക തന്നെ വേണം. അങ്ങനെ നീങ്ങിയാൽ മാത്രമാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുള്ളൂ കേട്ടോ. അപ്പം കുറച്ച് കഷ്ടപ്പാടുകളുണ്ട് ജീവിതത്തിൽ വിജയിക്കാനായിട്ട്. അപ്പോൾ ആ കഷ്ടപ്പാടുകളെ തരണം ചെയ്ത് അല്ലെങ്കിൽ താണ്ടി കടന്ന് വേണം നമ്മൾ വിജയത്തിലെത്താനായിട്ട്. അപ്പോൾ അതിന് നമ്മൾ ശ്രമിക്കുക തന്നെ വേണം. ഒന്നും ചെയ്യാതെ നമ്മൾ ഒതുങ്ങി കൂടി അയ്യൊക്കെ പേടിയാന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ആ പേടിയായിട്ട് നമ്മൾ ഇരിക്കുന്നേ ഉള്ളൂ. മറ്റുള്ളവർക്ക് നന്നായി ജീവിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ അവർ ടൂർ പോണത് കണ്ടു, അല്ലെങ്കിൽ അവർ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടു, അടിച്ച് പൊളിച്ച് നടക്കുന്നത് കണ്ടു, നല്ല ഡ്രസ്സ് ഇടുന്നത് കണ്ടു, സിനിമയ്ക്ക് പോണത് കണ്ടു. ഇതൊക്കെ കണ്ട് നമ്മളിവിടെ ഇരുന്നിട്ട് അസൂയ കുത്തിയിട്ട് കാര്യമില്ല. അപ്പം നമ്മളും അതനുസരിച്ച് പെരുമാറിയാൽ തന്നെയാണ് അങ്ങനെ ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പം ജീവിതം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. പക്ഷേ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ജീവിക്കാനും ആസ്വദിക്കാനും നമ്മൾ നമ്മുടേതായ ഇഷ്ടങ്ങൾ നടക്കാനും അതെല്ലാം ശ്രമിച്ചാൽ തന്നെയാണ് പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ മറ്റുള്ളവരെ അവരെന്താ വിചാരിക്കുക, എന്താ ചിന്തിക്കുക എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവിത ആസ്വാദനം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെയാണ് പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.